ഹലോ സലാം നമസ്തേ വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ്. ഏകദേശം 2 വർഷത്തോളമായി ഞാനൊരു ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിച്ച അന്ന് മുതൽ എന്നോട് ആളുകൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. ഇത് നിങ്ങൾക്ക് മുതലാകുന്നുണ്ടോ? ലാഭകരമാണോ? നല്ല മൈലേജ് കിട്ടുന്നുണ്ടോ? എന്താണ് ഈ വണ്ടിയുടെ അവസ്ഥ? എന്താണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന 2 കൂട്ടം ആളുകളുണ്ട്. അതിൽ ഒരു കൂട്ടം എന്ന് പറയുന്നത് അവർക്ക് വൈറ്റ് ഓൺ ഗ്രീൻ സിൻഡ്രോം ഉള്ള ആളുകളാണ്. അതായത് ഇലക്ട്രിക് വെഹിക്കിളിനോട് ഒരു ക്രേസ് ഉള്ള ആളുകളാണ്. ഈ വൈറ്റ് ഓൺ ഗ്രീൻ സിൻഡ്രോം ഒക്കെ ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടിക്കണമെന്നില്ല. ഇത് നമ്മുടെ ഒരു പുതിയ വാക്കാണ്. കാരണം ഇലക്ട്രിക് വെഹിക്കിളിനോട് അതിയായ താല്പര്യമുള്ള, അതിയായ ആഗ്രഹമുള്ള, അത് വാങ്ങിക്കണം, ഉപയോഗിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ആളുകൾ, ആ ആളുകളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഏകദേശം ഒരു വൈറ്റ് ഓൺ ഗ്രീൻ സിൻഡ്രോം എന്ന് പറയുന്നത്. കാരണം ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഗ്രീനിൽ വൈറ്റ് ലെറ്റേഴ്സാണ്. അതാണ് വൈറ്റ് ഓൺ ഗ്രീൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ അവർക്ക് ഉപകാരപ്രദമാകില്ല എന്ന് മാത്രമല്ല, അവർ കുറച്ച് മാറി നിൽക്കുക. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ലാഭകരമാണോ, ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ, പെട്രോൾ അടിക്കുന്ന കാശ് നമുക്ക് മുതലാവുമോ, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ. അവർ ഇവിടെ കമോൺ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. പണ്ട് നമ്മൾ ഡീസൽ വണ്ടി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഉള്ള ഒരു കാര്യം ഓർമ്മയുണ്ടോ? അതായത് ഡീസൽ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ വണ്ടിയേക്കാളും എപ്പോഴും 1 ലക്ഷം 2 ലക്ഷം രൂപ അധികമായിരിക്കും. സാധാരണ വണ്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഡീസൽ വണ്ടികൾക്ക് ആ മോഡൽ പെട്രോൾ വണ്ടിയേക്കാൾ ഒരു 1-2 ലക്ഷം രൂപ അധികം നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആര്? ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ സെയിൽസ്മാൻ നമ്മളോട് പറയുന്ന കുറേ കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് എത്രമാത്രം ഓട്ടമുണ്ട്, നിങ്ങൾ ഡെയിലി എത്ര കിലോമീറ്റർ ഓടും. അങ്ങനെ കൂടുതൽ നമ്മൾ ഓടുകയാണെങ്കിൽ, കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, ആ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് വെഹിക്കിളിൽ വളരെ ഉപകാരപ്പെടും. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് നമുക്ക് വളരെ ഒരു കണക്ക് ഉപയോഗിച്ച്, ഒരു രസകരമായ കണക്ക് ഉപയോഗിച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ വേണ്ടി, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഏതർ എന്ന വണ്ടിയുടെ ഒരു മോഡലാണ്. ആ വണ്ടിയുടെ ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1,82,000 രൂപയാണ്. എന്നാൽ അതേ മോഡൽ, അല്ലെങ്കിൽ അതേ പെർഫോമൻസ്, അതേ സുഖം കിട്ടുന്ന ഒരു പെട്രോൾ വണ്ടി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് ഏകദേശം 1,12,000 രൂപയുടെ അടുത്ത് വില വരും. ഞാനൊരു ഹീറോ അല്ലെങ്കിൽ ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് നമ്മൾ ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 70,000 രൂപയാണ്. അതായത് ഇലക്ട്രിക് വെഹിക്കിളിന് പെട്രോൾ വണ്ടിയേക്കാളും ഏകദേശം 70,000 രൂപ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഡീസൽ വണ്ടി വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ നമ്മളോട് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞ അതേ കണക്കും അതേ തിയറിയും തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്, പെട്രോൾ വണ്ടിയിൽ നിന്നും ഇ വിയിലേക്കുള്ള സ്കൂട്ടറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 70,000 രൂപയാണ്. അത് നമ്മൾ ഒരു കാർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം 5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ മാറ്റം വരും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റം വരും. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂട്ടറാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നതെങ്കിൽ അവർക്ക് 70,000 രൂപയുടെ വ്യത്യാസം വരും. ഈ 70,000 രൂപ അവർ കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിൽ നിക്ഷേപിക്കുകയോ, അതല്ലെങ്കിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുകയോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് മന്ത്ലി റിട്ടേൺ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ 500 രൂപ നമുക്ക് ഈ ഇ വി വാങ്ങാതെ പെട്രോൾ വണ്ടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് മാറ്റിവെക്കാനുണ്ടാവും എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് ചാർജിങ്ങിൻ്റെ ഒരു പൈസ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ 2 മാസം വരുന്ന ബില്ല് കണക്ക് കൂട്ടുകയാണെങ്കിൽ മാസത്തിൽ 500 രൂപ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് അധികം അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ നിഷ്പ്രയാസം നമുക്ക് പറയാൻ പറ്റും 1000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിവെക്കാൻ പറ്റും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാതെ നമ്മളൊരു പെട്രോൾ വണ്ടി വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ 1000 രൂപ നമുക്ക് അവിടെ ഒരു മാസം ഡിഫറൻസ് വരും. അപ്പോൾ നമ്മുടെ കണക്ക് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു മാസം 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുക എന്ന് പറയുന്നത് ലാഭകരമല്ല. അയാൾ 1000 രൂപയ്ക്ക് മാത്രമേ ഒരു മാസം പെട്രോൾ അടിക്കുന്നുള്ളൂ എങ്കിൽ അയാൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നത് ലാഭകരമല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 1000 രൂപ കൊണ്ട് നമ്മൾ ഏകദേശം 9 ലിറ്ററോളം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പെട്രോൾ വാങ്ങാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു 540 കിലോമീറ്റർ നമുക്ക് ഒരു മാസം, ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഞാൻ പറയുന്നത്, പെട്രോൾ വണ്ടി ഉപയോഗിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് മാസം 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ആളുകൾ
EV വാങ്ങാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ഉദാഹരണത്തിന് ഒരാൾ ഒരു ദിവസം 60 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ 60 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു മാസം അടിക്കുന്ന പെട്രോളിന്റെ പൈസ അപ്രോക്സിമേറ്റ്ലി 2500 മുതൽ 3000 രൂപ വരെയാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രിക് വെഹിക്കിൾ വളരെ ലാഭകരമാണ്. കാരണം അവർക്ക് ഈ 3000 രൂപയുടെ പെട്രോൾ അടിക്കുന്ന പൈസ കൊണ്ട് അവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 5 വർഷം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൈസ മുതലാക്കാൻ പറ്റും. അതായത് നമ്മുടെ വണ്ടിയുടെ പൈസ നമുക്ക് മുതലായി കിട്ടും. അതിനിടയിലുള്ള മെയിൻ്റനൻസ് ചാർജുകളൊന്നും നമ്മൾ കൂട്ടുന്നില്ല. അതല്ലാതെ 5 വർഷം ഡെയിലി അല്ലെങ്കിൽ ഒരു മാസത്തിൽ 25 ദിവസം 60 കിലോമീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് വെഹിക്കിളിന്റെ സ്കൂട്ടർ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഫോർ വീലിനെ കുറിച്ചല്ല, കാറുകളെ കുറിച്ചല്ല, സ്കൂട്ടറുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾ ഒരു മാസം അവര് ഒരു 2500 മുതൽ 3000 രൂപയ്ക്ക് വരെ പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടി 5 വർഷം കൊണ്ട് അവർക്കത് മുതലാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യ പഠനം നടത്താം. അതായത് ഒരു പെട്രോൾ വണ്ടി 5 വർഷം ഉപയോഗിക്കുന്നു, ഒരു EV 5 വർഷം ഉപയോഗിക്കുന്നു. അതിനിടയിലുള്ള മെയിൻ്റനൻസ് ചാർജുകളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, അതിൽ കംപ്ലൈന്റുകളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ, വല്ലാതെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന 2 വണ്ടികളുടെ കമ്പാരിസൺ പറയാം. അതായത് ഒരു പെട്രോൾ വണ്ടിക്ക് 1,12,000 രൂപ വില വരുന്നു. അത് 5 വർഷം അവർ ഉപയോഗിക്കുമ്പോൾ അത് ഏകദേശം 1,50,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു. അതായത് 2,500 രൂപ മന്ത്ലി വെച്ച് 2,500 × 12 × 5 1,50,000. അപ്പോൾ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2,62,000 രൂപയാണ്. അതേ സ്ഥാനത്ത് തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 1,82,000 രൂപയാണ് വില വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ മാസം 500 രൂപ കറണ്ട് ചാർജ് കൂട്ടിയിട്ട് 500 × 12 × 5 ഏകദേശം 30,000. അങ്ങനെ 2,12,000 രൂപ ടോട്ടൽ എക്സ്പെൻസ് 5 വർഷത്തേക്ക്. പെട്രോൾ വണ്ടി എന്ന് പറയുമ്പോൾ 2,62,000 രൂപ 5 വർഷത്തേക്കുള്ള എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ ലാഭം എന്ന് പറയുന്നത്, അതായത് പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലാഭം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇതാണ് ഒരു ആവറേജ് ഇതിനുമായി ബന്ധപ്പെട്ട കണക്ക്. അതേസമയം തന്നെ ഒരു 30 കിലോമീറ്റർ ഡെയിലി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ലാഭം എന്ന് പറയുന്നത് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഉപയോഗിച്ച് കണക്കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏകദേശം 10,000 രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ലാഭം എന്ന് പറയുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഡെയിലി 30 കിലോമീറ്റർ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 5 വർഷം കഴിയുമ്പോൾ 10,000 രൂപ മാത്രമേ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിൽ കുറച്ച്, അതായത് ഡെയിലി 30 കിലോമീറ്ററിന് താഴെ അല്ലെങ്കിൽ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 12 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് നഷ്ടമാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അത് ശരിക്കും ഒരു മാനസിക പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഒരു 110 കിലോമീറ്റർ നമുക്ക് ചാർജിങ് കപ്പാസിറ്റി ഉള്ള ഒരു സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 150-200 കിലോമീറ്ററുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഈ 110 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്നുള്ളത്. കാരണം ചാർജിങ് സ്റ്റേഷനുകളെല്ലാം തന്നെ ചിലപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പല സമയത്തും നമുക്ക് അബദ്ധങ്ങളും അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല വീടുകളിലും കയറിയിട്ട് ഒന്ന് ചാർജ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾ വരുന്നുണ്ട്. മറ്റൊന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പെട്രോൾ കുറച്ചൊരു നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചാർജിങ് സ്റ്റേഷനുകൾ പല സമയത്തും ഫോൾട്ടി ആയി കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഫോൾട്ടി ആയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു രക്ഷയില്ല. ആളുകളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. പല വീടുകളും കയറി ഞാനൊന്ന് ചാർജ് ചെയ്തോട്ടെ എന്ന് വരെ അവരെ കയ്യും കാലും പിടിക്കേണ്ട ഒരു അവസ്ഥ വരെ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ശ്രീ സുജിത് കുമാർ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെപ്പറ്റി നല്ലൊരു ലേഖനം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായ ലേഖനമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്. പക്ഷേ അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് ലേഖനം ഞാൻ വായിച്ചപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം അദ്ദേഹം ഒരു EV വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണ്. നന്നായിട്ട് ഇതിനെപ്പറ്റി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ജയ് ഹിന്ദ്.